പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ പേര് പൂർണിമ. ഞാൻ കുറ്റിക്കാട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ആദ്യം തന്നെ നമുക്കൊരു പരീക്ഷണത്തിലേക്ക് പോയാലോ? ഇത് ഒരൽപ്പം ബെറ്റാഡിംഗ് ലായനിയാണ്. ഈ ബെറ്റാഡിംഗ് ലായനിയിലൂടെ നമുക്ക് പ്രകാശം കടത്തിവിട്ടു നോക്കാം. ഇപ്പോൾ നോക്കൂ, ഈ ബെറ്റാഡിംഗ് ലായനിയിലൂടെ കടന്നു പോകുന്ന പ്രകാശത്തിന്റെ നിറം ചുവപ്പായി മാറുകയാണ്. ഇനി നമുക്ക് ഈ ബെറ്റാഡിംഗ് ലായനിയിലേക്ക് ഒരൽപ്പം സോഡിയം തയോസൾഫേറ്റ് ലായനി ചേർത്ത് നോക്കാം. ഇപ്പോൾ നോക്കൂ, ഈ ലായനിയുടെ നിറം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇതിലൂടെ കടന്നു പോകുന്ന പ്രകാശത്തിന്റെ നിറവും മാറിയിരിക്കുന്നു. ഇതിന് കാരണം പ്രകാശത്തിന്റെ നിറം അത് കടന്നു പോകുന്ന മാധ്യമത്തിന്റെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നതാണ്. ഈ ലായനിയുടെ നിറം നഷ്ടപ്പെടാനുള്ള കാരണം ബെറ്റാഡിംഗ് ലായനിയിലുള്ള അയഡിൻ സോഡിയം തയോസൾഫേറ്റുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടപ്പോൾ സോഡിയം അയോഡൈഡ് എന്ന് പറഞ്ഞ പുതിയ ഒരു വസ്തു ഇവിടെ രൂപപ്പെട്ടതാണ്. ഇത്തരത്തിലുള്ള ലഘു പരീക്ഷണങ്ങളിലൂടെയാണ് അതിസങ്കീർണമായ പല ശാസ്ത്ര രഹസ്യങ്ങളും പുറത്തു വന്നതെന്ന് നമുക്കറിയാം. ഇത്തരത്തിൽ ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഭൗതികശാസ്ത്രത്തിലെ നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ എന്ന ബഹുമതി നേടിയെടുത്ത നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായ സർ CV രാമൻ എന്നറിയപ്പെടുന്ന ശ്രീ ചന്ദ്രശേഖര വെങ്കിട്ടരാമന്റെ ജന്മദിനമാണ് നവംബർ 7. ഈ ദിനത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ സയൻസ് ക്ലബ് അവതരിപ്പിക്കുന്ന സ്പെക്ട്രം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. 20ാം നൂറ്റാണ്ടിലെ പ്രഗത്ഭരായ ഭാരതീയ ശാസ്ത്രജ്ഞരിൽ ഏറ്റവും പ്രമുഖനായിരുന്നു സർ CV രാമൻ. ഇദ്ദേഹം 1888 നവംബർ 7-ാം തീയതി തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ ജനിച്ചു. ചെറുപ്പകാലം തൊട്ടേ ഭൗതിക ശാസ്ത്രത്തിൽ അതീവ തൽപരനായിരുന്ന ഇദ്ദേഹം പല പരീക്ഷണ നിരീക്ഷണങ്ങളും സ്വന്തമായി ചെയ്തിരുന്നു. 14-ാം വയസ്സിൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഇദ്ദേഹം 18-ാം വയസ്സിൽ ബാച്ചിലേഴ്സ് ഡിഗ്രിയും കരസ്ഥമാക്കി. ഈ കാലയളവിൽ വിദ്യാർത്ഥിയായിരിക്കെയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രബന്ധം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. പിന്നീട് ധനകാര്യ വകുപ്പിൽ ജോലി ലഭിച്ചെങ്കിൽ കൂടി അദ്ദേഹം ഗവേഷണങ്ങൾ തുടരാൻ മറന്നില്ല. ഒരിക്കൽ മധ്യധരണ്യാഴിക്കടലിലൂടെ യാത്ര ചെയ്യവേ സാഗരത്തിന്റെ അഗാധ നീലിമ അദ്ദേഹത്തിന്റെ ചിന്തകളെ പ്രചോദിപ്പിച്ചു. ഇതിന്റെ കാരണം തേടിയുള്ള യാത്ര രാമൻ പ്രഭാവം എന്ന കണ്ടുപിടുത്തത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചു. 1930-ൽ രാമൻ പ്രഭാവത്തിന് നൊബേൽ പുരസ്കാരം സമ്മാനിക്കപ്പെട്ടു. വളരെ ലഘുവായ ഒരു ഉപകരണത്തിന്റെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം ഇത്രയും വലിയ നേട്ടം സ്വന്തമാക്കിയത്. വിദേശത്തേക്ക് കൂടുതൽ ഗവേഷണത്തിന് പോകാൻ അവസരങ്ങൾ ലഭിച്ചിട്ടും അദ്ദേഹം അവയെല്ലാം വളരെ വിനയപൂർവ്വം നിരസിക്കുകയുണ്ടായി. പകരം ഇന്ത്യയിലെ പരിമിത സാഹചര്യങ്ങളിൽ ഗവേഷണം തുടരാൻ അദ്ദേഹം തീരുമാനിച്ചു. നൊബേൽ സമ്മാനത്തിനു പുറമെ ഭാരതം അദ്ദേഹത്തെ ഭാരതരത്ന നൽകി ആദരിച്ചു. അതോടൊപ്പം തന്നെ ലെനിൻ സമാധാന പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ലളിത ജീവിതവും ശാസ്ത്രത്തോടുള്ള അഭിനിവേശവും എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ. ഇന്നത്തെ ഈ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് നമ്മുടെ സ്കൂളിലെ സീമന്തിനി നമ്മോട് പങ്കുവെക്കുന്നതായിരിക്കും. അതെ, പൂർണിമേച്ചി പറഞ്ഞത് ശരിയാണ്. ഇന്ന് CV രാമനെ മാത്രമല്ല, മേഡം ക്യൂറി എന്നറിയപ്പെടുന്ന മേരി ക്യൂറിയുടെയും കൂടി ജന്മദിനമാണ്. പഠിക്കണമെന്ന് തീവ്രമായ ആഗ്രഹമുള്ളവർക്ക് ഏതൊരു സാഹചര്യത്തെയും അനുകൂലമാക്കാൻ സാധിക്കും. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട സമൂഹത്തിൽ നിന്നുമാണ് ലോകം ആദരിക്കപ്പെട്ട ഒരുപാട് വിജ്ഞാനികൾ ഉദയം കൊണ്ടിട്ടുള്ളത്. 1867 റഷ്യയുടെ അധീനതയിലായിരുന്ന പോളണ്ടിലാണ് മേരി ക്യൂറി ജനിച്ചത്. അക്കാലത്ത് പോളണ്ട് നിവാസികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം നിഷേധിച്ചിരുന്നു.
പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരം നൽകിയിരുന്നില്ല. സ്കൂൾ വിദ്യാഭ്യാസം മികവോടെ പൂർത്തിയാക്കിയ മേരി ക്യൂറി ഉന്നത വിദ്യാഭ്യാസം നടത്തിയിരുന്നത് രഹസ്യമായിട്ടാണ്. തന്റെ ജന്മനാടായ പോളണ്ടിൽ വെച്ച് ബിരുദമെടുക്കാനുള്ള സാഹചര്യമില്ലാത്തതിനാൽ ഫ്രാൻസിലേക്ക് കുടിയേറി. പഠനം മികവോടെ പൂർത്തിയാക്കിയ മേരി ക്യൂറി അക്കാലത്ത് ശാസ്ത്രത്തിൽ ഉന്നത ബിരുദങ്ങൾ നേടുന്ന ആദ്യ വനിതയായിരുന്നു. തന്റെ 9-ാം വയസ്സിൽ സഹോദരിയെയും 11-ാം വയസ്സിൽ അമ്മയെയും നഷ്ടപ്പെട്ട മേരി ക്യൂറിക്ക് പിന്തുണയായത് അറിവിനോടുള്ള അഭിനിവേശമാണ്. പഠനവും ഗവേഷണവും ജീവിതമാക്കിയ മേരി ക്യൂറി ശാസ്ത്രലോകത്തിന് നൽകിയ സംഭാവനകൾ മഹത്തരമാണ്. 1903 ഭർത്താവായ പിയറി ക്യൂറിയോടൊപ്പം ഊർജ്ജതന്ത്രത്തിൽ നൊബേൽ സമ്മാനത്തിന് അർഹയായ അവർക്ക് സ്വീഡനിലേക്ക് പോയി നേരിട്ട് സമ്മാനം സ്വീകരിക്കാൻ പോലും സമയമുണ്ടായിരുന്നില്ല. മേരി ക്യൂറിക്ക് 1911 രസതന്ത്രത്തിൽ നൊബേൽ സമ്മാനം വീണ്ടും കിട്ടി. ഒരു മൂലകത്തിന് തന്റെ പേര് നൽകി ശാസ്ത്രലോകം ആദരിച്ച മേരി ക്യൂറിയുടെ ജീവിതം ക്ലേശകരമായിരുന്നുവെങ്കിലും താൻ അനുഭവിച്ച ക്ലേശങ്ങളിലൂടെ നേടിയ അറിവുകൾ ലോകത്തിന് വലിയ നേട്ടമായി. മേരി ക്യൂറി തന്റെ അറിവുകളിലൂടെ ലോകത്തെ പ്രചോദിപ്പിച്ചതുപോലെ നാളെ നിങ്ങൾക്കും അറിവിലൂടെ വിജയം കണ്ടെത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനൊരു പരീക്ഷണത്തിലേക്ക് കടക്കുന്നു. ഞാൻ അവിടെ ഗ്ലാസ് വെച്ചിട്ടുണ്ട്, അതിന് മുകളിൽ വേറെ ഗ്ലാസ് കമഴ്ത്തി വെച്ചിട്ടുണ്ട്, എൻ്റെ അടുക്കൽ പേപ്പറും വെച്ചിട്ടുണ്ട്. ഇനി ഈ ഗ്ലാസ് വീഴാതെ പേപ്പർ ഞാൻ പുറത്തേ വലിക്കാൻ കഴിയുമെന്ന് നോക്കുകയാണ്. കഴിയുന്നില്ല, ഈ ഗ്ലാസ് വീഴുകയാണ് ചെയ്യുന്നത്. എന്തായാലും എനിക്കിത് ഇങ്ങനെ ചെയ്യാൻ കഴിയും തോന്നിയില്ല. പക്ഷെ ശാസ്ത്രം പഠിച്ച് ശാസ്ത്രത്തിൻ്റെ തത്വങ്ങളൊക്കെ അറിയുന്ന ഒരാൾക്ക് എന്തായാലും ചെയ്യാൻ കഴിയും. എങ്ങനെ നോക്കാം. ഗ്ലാസ് വീഴാതെ പേപ്പർ എനിക്ക് പുറത്തേക്ക് കിട്ടി. ഇതിന് കാരണം ജഡത്വമാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പോൾ ആളുകൾ എല്ലാവരുടെ മുന്നോട്ട് വീഴുന്നതും പെട്ടെന്ന് നിർത്തിയിട്ട് ബസ് പെട്ടെന്ന് എടുക്കുമ്പോൾ ആളുകളുടെ പിറകോട്ട് വീഴുന്നതും എല്ലാം ജഡത്വത്തിന് ഉദാഹരണമാണ്. സയൻസ് ക്ലബിന്റെ സ്പെക്ട്രം എന്ന പരിപാടിയിലേക്ക് അടുത്തതായി ആശംസ അർപ്പിക്കാനായി ബഹുമാനപ്പെട്ട HM പ്രിയപ്പെട്ട ആശ ടീച്ചർ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് CV രാമൻ്റെയും മാഡം ക്യൂറിയുടെയും ജന്മദിനം. ലോകം മുഴുവൻ ആദരിക്കുന്ന 2 ശാസ്ത്രജ്ഞർ, മനുഷ്യ പുരോഗതിക്ക് ഉതകുന്ന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്ന കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്രത്തിലൂടെ സംഭാവന ചെയ്ത മഹത് വ്യക്തികൾ. ഇവരോടുള്ള ആദരസൂചകമായി നമ്മുടെ വിദ്യാലയത്തിലെ സയൻസ് ക്ലബ്ബ് ഒരുക്കുന്ന സ്പെക്ട്രം എന്ന പരിപാടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശാസ്ത്ര ആശയങ്ങളും രീതികളും അറിവുകളും കുട്ടികൾ സ്വായത്തമാക്കേണ്ടതുണ്ട്. ശാസ്ത്രത്തിലൂടെയുള്ള സാങ്കേതിക വിദ്യകളാണ് മനുഷ്യ സമൂഹത്തെ പുരോഗതിയിലേക്ക്, വികാസ പരിണാമങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതിലൂടെ ലഭിച്ച തിരിച്ചറിവുകൾ പരീക്ഷിക്കേണ്ടതുണ്ട്, പ്രകടിപ്പിക്കേണ്ടതുണ്ട്. ശാസ്ത്രബോധവും യുക്തിചിന്തയും ഒത്തുചേരുമ്പോഴുണ്ടാകുന്ന സംസ്കാരമാണ് മനുഷ്യ സമൂഹത്തെ, പുതിയ തലമുറയെ പുരോഗതിയിലേക്ക് കുതിക്കാൻ സഹായിക്കുന്നത് എന്ന തിരിച്ചറിവ് കുട്ടികൾക്കുണ്ടാകണം. പാഠപുസ്തകത്തിനുമപ്പുറം പരീക്ഷണ നിരീക്ഷണങ്ങൾ കൊണ്ട് ഉള്ള അറിവ് സമ്പാദനം ഒരുപാട് പുതിയ ചോദ്യങ്ങൾ മനസ്സിലുണർത്തും, അന്വേഷണങ്ങളിലേക്ക് നയിക്കും. നോബൽ സമ്മാനം കൂടാതെ ഒത്തിരി ബഹുമതികളും പുരസ്കാരങ്ങളും നേടിയിട്ടുള്ള CV രാമൻ്റെയും മാഡം ക്യൂറിയുടെയും സ്മരണയ്ക്കു മുന്നിൽ നമിക്കുന്നു. സയൻസ് ക്ലബ്ബ് ഒരുക്കുന്ന സ്പെക്ട്രം എന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. വീട്ടിലെ പരീക്ഷണ മൂലയിലെ വസ്തുക്കൾ ഉപയോഗിച്ച് നിങ്ങളുടെ കൂട്ടുകാർ ഒരുക്കുന്ന പലതരം പരീക്ഷണങ്ങൾ തുടർന്ന് നിങ്ങൾക്കിവിടെ കാണാം. മറ്റൊരു സന്തോഷം, ഇന്നത്തെ ഈ ദിനത്തിൽ നിങ്ങളോട് ശാസ്ത്ര കൗതുകങ്ങൾ പങ്കുവയ്ക്കാൻ ഒരു ബഹുമാന്യനായ അതിഥി കൂടി ഉണ്ട് എന്നുള്ളതാണ്. പ്രൊഫസർ ശ്രീ പാപ്പുട്ടി ആണ് ഈ അതിഥി. ശാസ്ത്ര സാഹിത്യകാരനും ഒട്ടേറെ ശാസ്ത്ര കൃതികളുടെ രചയിതാവുമായ അദ്ദേഹത്തിൻ്റെ മാഷോട് ചോദിക്കാം എന്ന കൃതി വളരെ പ്രസിദ്ധമാണ്. അന്ധവിശ്വാസങ്ങളെ ശാസ്ത്രയുക്തികൾ കൊണ്ട്
തുറന്നുകാട്ടിയ അദ്ദേഹം ഈ ദിനാചരണത്തിൽ നിങ്ങളോട് ഒത്തിരി ശാസ്ത്ര കൗതുകങ്ങൾ പങ്കുവയ്ക്കുന്നു. ബഹുമാന്യനായ പാപ്പുട്ടി സാറെ വളരെ സന്തോഷത്തോടെയും ആദരത്തോടെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. കുറ്റിക്കാട്ടൂർ GVHSSലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അധ്യാപക സുഹൃത്തുക്കളെ, നിങ്ങളുടെ സ്പെക്ട്രം പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. തികച്ചും ഉചിതമായ ഒരു ദിവസമാണ് നിങ്ങൾ അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ലോകം കണ്ട 2 മഹാശാസ്ത്രജ്ഞരുടെ ജന്മദിനമാണ് നവംബർ 7. ഒന്ന് CV രാമനും മറ്റത് മാഡം ക്യൂറിയും. ഒരാൾ ഇന്ത്യയിൽ, ഒരാൾ പോളണ്ടിൽ. പക്ഷെ രണ്ടുപേർക്കും ഒരുപാട് സമാന സ്വഭാവങ്ങളുണ്ടായിരുന്നു എന്ന് കാണാം. ഒരു കാര്യത്തിന് തുനിഞ്ഞിറങ്ങിയാൽ പിന്നെ അത് നേടാതെ പിൻവലിയുമായിരുന്നില്ല രണ്ടുപേരും. രണ്ടുപേർക്കും ശാസ്ത്രത്തോട് അത്ര അഗാധമായ ഇഷ്ടവും ഉണ്ടായിരുന്നു. ശാസ്ത്രത്തിനു വേണ്ടി ഒഴിഞ്ഞുവെച്ച ജീവിതമായിരുന്നു രണ്ടുപേരുടെയും. അതിനുവേണ്ടി അവർ ജീവിതത്തിലെ ബാക്കി എല്ലാ സുഖങ്ങളും ത്യജിച്ചവരുമാണ്. മാഡം ക്യൂറിക്ക് നോബൽ സമ്മാനം കിട്ടിയത് പൊളോണിയവും റേഡിയവും കണ്ടെത്തിയതിനാണ്. CV രാമന് രാമൻ ഇഫക്റ്റ് എന്ന മഹത്തായ കണ്ടുപിടുത്തത്തിനാണ്. ഒരു പദാർത്ഥത്തിൽ പ്രകാശം വന്ന് വീഴുമ്പോൾ ചില പ്രത്യേക പദാർത്ഥങ്ങളിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പ്രകാശത്തിൽ 2 ഘടകങ്ങളുണ്ടാവും. ഒന്ന്, വന്ന് വീണ പ്രകാശത്തേക്കാൾ ഊർജം കൂടിയ അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടിയ ഒരു പ്രകാശഘടകവും വന്നു വീണ പ്രകാശത്തേക്കാൾ ഊർജം കുറഞ്ഞ മറ്റൊരു ഘടകവും. ഈ ഊർജത്തിലെ ഏറ്റക്കുറവുകൾ എത്ര എന്ന് തീരുമാനിക്കുന്നത് വന്നു വീണ പദാർത്ഥത്തിന്റെ തന്മാത്ര ഘടനയാണ്. അതിനർത്ഥം ആ സ്പെക്ട്രം പഠിച്ചാൽ നമുക്ക് ആ പദാർത്ഥത്തിന്റെ ഘടനയെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, പദാർത്ഥത്തിന്റെ ഘടന മനസ്സിലാക്കുക എന്നുള്ളത് രസതന്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രാസവ്യവസായങ്ങളെ, പ്രത്യേകിച്ച് ഔഷധ നിർമ്മാണ രംഗത്തെ വളരെയധികം സഹായിച്ച ഒരു കണ്ടുപിടുത്തമാണ് രാമൻ നടത്തിയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കണ്ടെത്തൽ നടത്തി ഏറെ കഴിയുന്നതിന് മുമ്പ് തന്നെ നോബൽ സമ്മാനം നൽകാൻ തീരുമാനിക്കപ്പെട്ടത്. നമുക്ക് രാമന്റെ ചരിത്രത്തിലേക്ക് ഒന്ന് ആഴത്തിലിറങ്ങുന്നത് നല്ലതാണ്. കാരണം രാമനെ രാമനാക്കിയ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. രാമന്റെ കഥ ആരംഭിക്കുന്നത് ഒരു 2 തലമുറ പിന്നിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ രാമനാഥയ്യർ എന്ന് പറയുന്ന വ്യക്തി ഒരു ക്ഷേത്ര പുരോഹിതനായിരുന്നു. അദ്ദേഹത്തിന് സംസ്കൃതവും തമിഴും മാത്രമേ അറിയുമായിരുന്നുള്ളൂ. വലിയ ശാസ്ത്രവിജ്ഞാനമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, തന്റെ മകനെ ആധുനിക വിദ്യാഭ്യാസം നൽകി വളർത്തണം. അതിനായി അദ്ദേഹം തന്റെ മകൻ ചന്ദ്രശേഖറെ തൃശ്ശിനാപ്പള്ളിയിലുള്ള ഒരു സ്കൂളിൽ ചേർത്തു, ആധുനിക സ്കൂളിൽ. മിടുക്കനായിരുന്നു അയാൾ നന്നായി പഠിച്ച് സ്കോളർഷിപ്പോടെ പാസ്സായി മദ്രാസ് പ്രസിഡൻസി കോളേജിൽ ചേർന്നു. പ്രസിഡൻസി കോളേജിൽ എത്തിയപ്പോൾ അയാൾ അത്ഭുതപ്പെടുത്തിയത് അവിടുത്തെ ലൈബ്രറി ആയിരുന്നു. ആയിരക്കണക്കിന് പുസ്തകങ്ങളടങ്ങിയ വിശാലമായൊരു ലൈബ്രറി. അവിടെ ഭൗതികശാസ്ത്രത്തിലും രസതന്ത്രത്തിലും മാത്തമാറ്റിക്സിലും ഒക്കെ ഉള്ള പുസ്തകങ്ങൾക്ക് പുറമെ വലിയ ലോക സാഹിത്യം മുഴുവനുണ്ടായിരുന്നു. അതുകൂടാതെ തത്വചിന്തയും യുക്തിവാദവും ഒക്കെ അദ്ദേഹം അവിടെ കണ്ടെത്തി. അദ്ദേഹം ആ പുസ്തകങ്ങളിൽ മുഴുകുകയാണ് ചെയ്തത്. ക്ലാസ്സിൽ പോലും ഏറെ ശ്രദ്ധിക്കാതെ അദ്ദേഹം ലൈബ്രറിയിലാണ് കൂടുതൽ സമയം ചെലവഴിച്ചത്. ഒരുപാട് സാഹിത്യം വായിച്ചു, ഒരുപാട് ശാസ്ത്രം വായിച്ചു, ഗണിതം വായിച്ചു. അതോടൊപ്പം തന്നെ യുക്തിവാദി ഇംഗർസോൾ പോലെയുള്ള യുക്തിവാദികളുടെ ഗ്രന്ഥങ്ങൾ വായിച്ചു. അങ്ങനെ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു യുക്തിവാദിയായി മാറി. അങ്ങനെ
ഒരുപാട് മാറ്റം സംഭവിച്ച ഒരു മനുഷ്യൻ പക്ഷേ പരീക്ഷ എഴുതി തോറ്റുപോയി. തോറ്റതോ സ്വന്തം മാതൃഭാഷയായ തമിഴിലും. കാരണം അദ്ദേഹം പരീക്ഷ പാസ്സാകാൻ വേണ്ടി അല്ല വായിച്ചത്, അറിവിന് വേണ്ടിയാണ് വായിച്ചത്. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നല്ല, പക്ഷേ ചന്ദ്രശേഖർ അങ്ങനെയായിരുന്നു. വീണ്ടും പരീക്ഷ എഴുതി അദ്ദേഹം ഡിഗ്രി പാസ്സായി. എന്നിട്ട് ഒരു ജൂനിയർ കോളേജിലെ അധ്യാപകനായി മാറി. അതോടുകൂടി വരുമാനം വർദ്ധിച്ചു. വരുമാനം വർദ്ധിച്ചപ്പോൾ അദ്ദേഹം ചെയ്തത് കഷ്ടിച്ച് ജീവിക്കാനുള്ള പണം ഒഴികെ ബാക്കി മുഴുവനും തന്നെ പുസ്തകങ്ങൾക്ക് വേണ്ടിയാണ് ചെലവഴിച്ചത്. ഈ ചന്ദ്രശേഖരന്റെ മകനായിട്ടാണ് 1888 CV രാമൻ ജനിക്കുന്നത്. ഈ പുസ്തകങ്ങളുടെ മധ്യത്തിലാണ് അദ്ദേഹം ജനിച്ചു വീണതെന്ന് പറയാം. നിരന്തരം വായിക്കുന്ന പ്രകൃതമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ക്ലാസ്സിലിരിക്കുന്നുണ്ടോ എന്ന് ആരും ശ്രദ്ധിച്ചില്ല. അദ്ദേഹം എപ്പോഴും ലാബറട്ടറിയിൽ പരീക്ഷണങ്ങളുമായിട്ടാണ് കഴിഞ്ഞത്. ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹം വലിയ ശാസ്ത്ര ജേർണലുകളിൽ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം ശാസ്ത്രവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ജോലി ആണ് അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹം കുറെ കഴിഞ്ഞപ്പോൾ ആ ജോലി രാജിവെച്ചിട്ട് ശാസ്ത്ര ഗവേഷണത്തിൽ മുഴുകി. വളരെ കുറഞ്ഞ സമയം മാത്രം ഉറങ്ങുകയും കുടുംബത്തോടൊപ്പം വളരെ കുറഞ്ഞ സമയം ചെലവഴിക്കുകയും ബാക്കി മുഴുവൻ സമയവും ശാസ്ത്ര ഗവേഷണത്തിൽ മുഴുകുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു CV രാമൻ. CV രാമന്റെ ജ്യേഷ്ഠന്റെ സീസയ്യരുടെ പുത്രൻ S ചന്ദ്രശേഖർ, നിങ്ങൾക്കറിയാം, സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖരൻ നോബൽ സമ്മാനം കിട്ടി. കാരണം രണ്ടുപേർക്കും ഒരേപോലെയുള്ള ജീവിത സാഹചര്യങ്ങളാണ് കിട്ടിയത്. നിറയെ പുസ്തകങ്ങളുള്ള ഒരന്തരീക്ഷം, ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ എന്തും വായിക്കാനുള്ള അവകാശം, എന്തും ചിന്തിക്കാനുള്ള അവകാശം, എന്തിനേയും ചോദ്യം ചെയ്യാനുള്ള അവകാശം, ഇതൊക്കെ ആ വീട്ടിൽ ലഭ്യമായിരുന്നു. അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചും പുതിയ രീതിയിൽ ചിന്തിച്ചും തെളിവില്ലാത്തതിനെ ഒന്നിനെയും വിശ്വസിക്കാതെയും തെളിവ് കിട്ടിയതിനെ മാത്രം വിശ്വസിച്ചും ഒക്കെ മുന്നോട്ട് നീങ്ങിയതിന്റെ ഫലമായിട്ടാണ് ഈ രണ്ടുപേർക്കും, ചന്ദ്രശേഖരനും അതുപോലെ തന്നെ CV രാമനും നൊബേൽ സമ്മാനം കിട്ടിയത്. ഈ ഒരു കാര്യം നിങ്ങളോട് പറയാനാണ് ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്. സിയരാവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്പെക്ട്രം പരിപാടിക്ക് എല്ലാ വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹായ് ഫ്രണ്ട്സ്, എന്റെ പേര് വഫ, എന്റെ പേര് ഹുദ. ഞങ്ങൾ കുറ്റിക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ചെറിയ പരീക്ഷണമായാണ്. നമുക്ക് പരീക്ഷണത്തിലേക്ക് കടക്കാം. ആദ്യം ഞാൻ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്നാണ് പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു വുഡൻ ബോർഡാണ്. പിന്നെ അതിന്റെ ഒരു സൈഡിലായി നമ്മൾ കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തത് ഒരു ഇറേസറാണ്. പിന്നെ 2 ബോട്ടിൽസ് എടുത്തിട്ടുണ്ട്. ഒരു ബോട്ടിൽ കാലിയായ ബോട്ടിലും മറ്റേ ബോട്ടിൽ വെള്ളം നനച്ച ബോട്ടിലുമാണ്. നമുക്ക് പരീക്ഷണത്തിലേക്ക് കടക്കാം. ആദ്യമായി ഞാൻ ഈ വുഡൻ ബോർഡിന്റെ മുകളിൽ ഒരു വശത്തായി ഞാൻ ഇറേസർ വെക്കുന്നു, മറുവശത്തായി ഞാൻ ബോട്ടിൽ കാലിയായ ബോട്ടിലാണ് വെക്കുന്നത്. പിന്നെ ഞാൻ എടുക്കാൻ പോകുന്നത് വെള്ളം നനച്ച ബോട്ടിലാണ്. നമുക്ക് പരീക്ഷണത്തിലേക്ക് വെക്കാം. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ നിരീക്ഷിച്ചല്ലോ, കാലിയായ ബോട്ടിലിന് മാസ് കുറവായതുകൊണ്ട് ജലത്വം കുറവാണ്. അതുകൊണ്ടാണ് ഇറേസർ നീങ്ങാത്തത്. എന്നാൽ വെള്ളം നിറച്ച ബോട്ടിലിൽ മാസും ജലത്വവും കൂടുതലാണ്. അതുകൊണ്ടാണ് ഇറേസർ നീങ്ങിയത്. ഞങ്ങളുടെ സ്കൂളിലെ സയൻസ് ക്ലബ് അവതരിപ്പിക്കുന്ന സ്പെക്ട്രം എന്ന ഈ പരിപാടിക്ക് ആശംസയുമായി അടുത്തതായി എത്തുന്നത് കോഴിക്കോട് റീജിയണൽ സയൻസ് സെന്റർ ആൻഡ് പ്ലാനറ്റോറിയത്തിലെ ബഹുമാന്യനായ എഡ്യൂക്കേഷൻ ഓഫീസർ KM സുനിൽ സാറാണ്. നന്ദി. കുറ്റിക്കാട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നിങ്ങളുടെ സ്കൂളിലെ ശാസ്ത്ര ക്ലബിലെ വിദ്യാർത്ഥികൾ സ്പെക്ട്രം എന്ന പേരിൽ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. കോവിഡ് എന്ന മഹാമാരിയെ ലോകമെമ്പാടും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചത് തന്നെ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ ഉത്തമ ദൃഷ്ടാന്തമാണ്. നിങ്ങളുടെ വീടിന് ചുറ്റും ലഭിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് നിങ്ങൾ നിരവധി പരീക്ഷണങ്ങൾ തയ്യാറാക്കിയിരിക്കുകയാണല്ലോ.
നമുക്കറിയാം, വലിയ ഒരു പരീക്ഷണം ചെയ്യണമെങ്കിൽ ലാബിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ചുറ്റും ലഭിക്കുന്ന പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒട്ടനവധി പരീക്ഷണങ്ങൾ രൂപകൽപ്പന ചെയ്യാൻ സാധിക്കും. ഇത്തരം പരീക്ഷണങ്ങളിലൂടെ നിങ്ങൾക്ക് നൂതനമായ കണ്ടുപിടുത്തങ്ങൾ നടത്താനും സാധിക്കും. ഇത്തരം കണ്ടുപിടുത്തങ്ങളും എല്ലാം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രത്യേക ദിനങ്ങളെല്ലാം ആചരിച്ചു വരുന്നത്. ഇന്ന് നവംബർ 7 CV രാമൻ മാഡം ക്യൂറി ദിനമായി ആചരിച്ചു വരുന്നു. നമുക്കറിയാം, നിങ്ങൾ സർ CV രാമനെ പറ്റി എല്ലാവരും കേട്ടിരിക്കും. നമ്മുടെ ഭാരതം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ശാസ്ത്രജ്ഞനാണ് സർ CV രാമൻ. അതോടൊപ്പം തന്നെ നമ്മൾ മാഡം ക്യൂറിയുടെ ജന്മദിനം കൂടിയാണ് നവംബർ 7. ആദ്യമായി നോബൽ സമ്മാനം ലഭിച്ച വനിതാ ശാസ്ത്രജ്ഞ എന്ന ബഹുമതി മാഡം ക്യൂറിക്കാണ്. റേഡിയോ ആക്റ്റീവ് മൂലകമായ റേഡിയത്തെ വേർതിരിച്ചെടുക്കാൻ സഹായിച്ചത് അവരുടെ കണ്ടുപിടുത്തമാണ്. ഇത്തരം ശാസ്ത്രജ്ഞരുടെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ അറിയുകയും അവരെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യുന്നത് ശാസ്ത്ര വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടും. അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവരിൽ നിന്നും നിങ്ങൾ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളും ഭാവിയിൽ ഒരു വലിയ ശാസ്ത്രജ്ഞരും ശാസ്ത്രകാരന്മാരുമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇങ്ങനെയുള്ള ഈ പരിപാടിക്ക്, നിങ്ങളുടെ സ്കൂൾ സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദേവപ്രയാഗ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ക്യാൻഡിൽ സീസ എക്സ്പെരിമെന്റ് ആണ്. ഈ ക്യാൻഡിൽ ഞാൻ ഒരു സൂചി വെച്ച് ബാലൻസ് ചെയ്ത് നിർത്തുകയാണ്. ശ്രദ്ധിക്കൂ. സൂചിയുടെ അപ്പുറവും ഇപ്പുറമുള്ള മാസ് ഇത് കത്തുമ്പോൾ വ്യത്യാസപ്പെടുന്നു. അതുകൊണ്ടാണ് ഇത് ആടുന്നത്. അടുത്തതായി ഈ പരിപാടിയിലേക്ക് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും അമേരിക്കയിലെ അയോവ സർവകലാശാലയിൽ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് രംഗത്തെ ഗവേഷകനുമായ ശ്രീ സുബിൻ ആണ്. എല്ലാവർക്കും എന്റെ നമസ്കാരം. എന്റെ പേര് സുബിൻ. ഞാൻ കുറ്റിക്കാട്ടിൽ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ അമേരിക്കയിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് അയോവയിൽ ഞാൻ PhD അഥവാ ഡോക്ടറേറ്റിന് പഠിക്കുകയാണ്. ഞാൻ പഠിക്കുന്ന വിഷയം ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിൽ MRI എന്ന വിഷയത്തിൽ ഗവേഷണം ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നവംബർ 7 രണ്ടുപേരുടെ ജന്മദിനാണ്, CV രാമന്റെയും മേരി ക്യൂറിയുടെയും. CV രാമൻ ഇന്ത്യയിലെ ആദ്യത്തെ നോബൽ സമ്മാന ജേതാവാണ്. അതുപോലെ മേരി ക്യൂറി ആദ്യത്തെ നോബൽ സമ്മാന ജേതാവായ വനിതയാണ്. അതുമാത്രമല്ല, 2 നോബൽ സമ്മാനം നേടിയ ഒരു വനിത കൂടിയാണ് മേരി ക്യൂറി. അപ്പം ഇതേ ദിനത്തിൽ നമ്മുടെ സയൻസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സ്പെക്ട്രം എന്ന പരിപാടി, അതായത് വീട്ടിലെ സാമഗ്രികൾ ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ ചെയ്യുക, അത് സംഘടിപ്പിക്കുന്ന എല്ലാ അധ്യാപകർക്കും അതിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും എന്റെ ആശംസ നേരുന്നു. ഇതുപോലുള്ള പരീക്ഷണങ്ങളാണ് നിങ്ങളെ ഭാവിയെ വളരെയധികം സഹായിക്കാൻ പോകുന്നത്. കുറ്റിക്കാട്ടിൽ സ്കൂൾ പഠിച്ച സമയത്ത് ശാസ്ത്രമേളയിൽ പോവുക, അതുപോലുള്ള ചെറിയ ചെറിയ പരീക്ഷണങ്ങളിൽ അല്ലെങ്കിൽ മത്സരങ്ങളിൽ പങ്കെടുക്കുക എന്നത് എന്നെ വളരെയധികം സഹായിച്ചൊരു കാര്യമാണ്. അപ്പം ഇതിൽ നിങ്ങൾ എന്തായാലും പങ്കെടുക്കണം. നിങ്ങളെ ഇത് വളരെയധികം സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. ഒരിക്കൽ കൂടി ഞാൻ എന്റെ ആശംസ എല്ലാവർക്കും നേരുന്നു. ഞാൻ GHS കുറ്റിക്കാട്ടിൽ സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇവിടെ എന്റെ അടുത്ത് 2 മുട്ടകളുണ്ട്. ഇവയിൽ ഏതാണ് പുഴുങ്ങിയത് ഏതാണ് പുഴുങ്ങാത്തതെന്ന് എനിക്കറിയില്ല. ഇത് ഞാനൊരു പരീക്ഷണത്തിലൂടെ കണ്ടുപിടിക്കാൻ പോവുകയാണ്. നമുക്കിതൊന്ന് കറക്കി നോക്കാം. കണ്ടില്ലേ, പതുക്കെ കറങ്ങിയതാണ് പുഴുങ്ങാത്ത മുട്ട. കാരണം ഇതിന്റെ ഉള്ളിൽ ദ്രാവകാവസ്ഥയിലാണ് നിൽക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇത് പൊട്ടിച്ച് കാണിച്ചു തരാം.
ഇതുപോലെ നമ്മൾ ചെയ്യേണ്ടത് ഇതാ ഒരു വൃത്താകൃതിയിൽ നമ്മൾ കുറച്ച് താഴോട്ട് നമ്മൾ ഇതാ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു കയറ് കെട്ടുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഒരു കയറ് ഇങ്ങനെ ഇവിടെ കെട്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കൂടെ എളുപ്പമായിരിക്കും ചെയ്യാൻ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊരു മിശ്രിതമാണ്. ചകിരിച്ചോറും ചാണകവും മണ്ണും കൂടിയ ഒരു മിശ്രിതമാണ്. ഇതൊരു പ്ലാസ്റ്റിക്കിന്റെ കവറും കൂടിയാണ്. ഇനി ഈ ചകിരിച്ചോറ് കുറച്ച് നമ്മളെടുത്ത് ഇതിൽ വെക്കുക. കുറച്ച് വെച്ചാൽ മതി. ഇതേപോലെ നമ്മൾ മിശ്രിതം എടുത്ത് ഹായ് കൂട്ടുകാരെ, ഞാൻ അഭയ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അന്തരീക്ഷ മർദ്ദത്തെ കാണിക്കുന്ന ഒരു പരീക്ഷണമാണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത്. എന്റെ പേര് അബ്ദുൾ. ഞാൻ GSS കുറ്റിക്കാട്ട് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഞാൻ ഇവിടെ കാണിക്കുന്ന ശ്വാസകോശത്തിന്റെ പ്രവർത്തനം കാണിക്കുന്ന ഒരു മാതൃകയാണ്. നമ്മുടെ ശരീരത്തിന്റെ ശ്വാസകോശത്തിന്റെ അടിയിലുള്ള ഒരു ഡയഫ്രം ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുമ്പോൾ മാർഗവ്യത്യാസം ഉണ്ടാവുകയും ശ്വാസകോശത്തിന്റെ അകത്തേക്കും പുറത്തേക്കും വായു പോവുകയും ചെയ്യുന്നു. അതിന്റെ പ്രവർത്തന രീതിയാണിത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനന്യ പി. ഞാൻ ഇന്നിവിടെ ചെറിയൊരു പരീക്ഷണമാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ആരോ മാർക്ക് വലതുവശത്തേക്കായിരുന്നല്ലോ, ഇപ്പോൾ അതെങ്ങനെ ഇടതുവശത്തേക്ക് മാറി? അതിന് കാരണം നമ്മൾ ഗ്ലാസ്സിൽ വെള്ളം ഒഴിക്കുമ്പോൾ അതൊരു ലെൻസായി പ്രവർത്തിക്കുകയും അതിൽ നിന്ന് തല തിരിഞ്ഞൊരു പ്രതിബിംബം ലഭിക്കുകയും ചെയ്യുന്നു. കൂടാതെ ആരോ മാർക്ക് കുറച്ച് വലുതായി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതിന് കാരണം ഗ്ലാസ്സിലെ ലെൻസിന്റെ പ്രവർത്തനമാണ്. ഞങ്ങളുടെ സയൻസ് ക്ലബ് അവതരിപ്പിക്കുന്ന സ്പെക്ട്രം എന്ന ഈ പരിപാടിയിൽ അടുത്തതായി വരാൻ പോകുന്നത് 2017 ഗുജറാത്തിൽ വെച്ച് നടന്ന ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിൽ ലിറ്റിൽ സയന്റിസ്റ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങളുടെ അഭിമാനമായ ലുബിന ഷെറിനാണ്. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ലുബിന ഷെറിൻ. ഞാൻ GHSS കുറ്റിക്കാട്ടൂർ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. CV രാമൻ മാഡം ക്യൂറി ഇവരുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ സയൻസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സ്പെക്ട്രം എന്ന ഈ പരിപാടിയിൽ ഒരു ചെറിയ പരീക്ഷണവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. എന്റെ പരീക്ഷണം എന്തെന്ന് വെച്ചാൽ വെള്ളത്തിൽ വെച്ച് നമുക്ക് മെഴുകുതിരി കത്തിക്കാൻ പറ്റുമോ എന്നതാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വെള്ളത്തിൽ വെച്ച് നമുക്ക് മെഴുകുതിരി കത്തിക്കാൻ പറ്റുമോ? പലർക്കും പല അഭിപ്രായമായിരിക്കും അല്ലെ. എന്തായാലും നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം, വെള്ളത്തിൽ വെച്ച് മെഴുകുതിരി കത്തിക്കാൻ പറ്റുമോ എന്ന്. അതിനുവേണ്ടി എൻ്റെ അടുത്ത് കുറച്ച് സാമഗ്രികളുണ്ട്. ഒരു മെഴുകുതിരി, സ്ക്രൂ, ലൈറ്റർ, വെള്ളം, അതേപോലെ ഒരു കുപ്പി ഗ്ലാസും ഉണ്ട്. ഈ കുപ്പി ഗ്ലാസിന്റെ പകുതിയോളം ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മെഴുകുതിരി ഇറക്കി വെച്ച് നോക്കാം. ഈ മെഴുകുതിരി വീണ് പോകുന്നുണ്ടല്ലേ. ഈ മെഴുകുതിരി വീഴുന്നത് എല്ലാവരും ശ്രദ്ധിച്ചില്ലേ? നമ്മൾ എങ്ങനെ വെച്ചാലും ഈ മെഴുകുതിരി വീണ് പോകും. അതിന് പകരമായിട്ട് ഞാൻ ആ മെഴുകുതിരിയുടെ അടിവശത്ത് ഒരു സ്ക്രൂ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മെഴുകുതിരി ഒന്ന് വെള്ളത്തിലേക്ക് വെച്ച് നോക്കാം. അല്ലേ, മെഴുകുതിരി വീഴാതെ കുത്തനെ വെള്ളത്തിൽ നിൽക്കണം, എന്നാൽ മാത്രമേ നമുക്ക് പരീക്ഷണം ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഇതാ നോക്കൂ, ഈ മെഴുകുതിരി വെള്ളത്തിൽ വീണിട്ടില്ല, അങ്ങനെ കുത്തനെ സ്ഥിരമായി തന്നെ നിൽക്കുന്നുണ്ട് അല്ലേ.
എന്തായിരിക്കാം ഇതിന് കാരണം? നേരത്തെ അത് വെള്ളത്തിൽ വീഴുകയും എന്നാൽ ഇപ്പോൾ അത് ആണി കയറ്റിയതിനു ശേഷം വെള്ളത്തിൽ വീഴാതിരിക്കാനുമുള്ള കാരണം എന്തായിരിക്കാം? ഇതിന് കാരണം ഗുരുത്വകേന്ദ്രം എന്ന് പറയുന്ന ഒരു ശാസ്ത്ര തത്വമാണ്. ഗുരുത്വകേന്ദ്രം വസ്തുക്കളുടെ പരമാവധി താഴ്വശത്ത് വരുമ്പോൾ മാത്രമേ വസ്തുക്കൾ സ്ഥിരമായി നിൽക്കുകയുള്ളൂ. അതാണ് ഇവിടെയും സംഭവിച്ചത്. നേരത്തെ നമ്മൾ മെഴുകുതിരി വെച്ചപ്പോൾ അതിന്റെ ഗുരുത്വകേന്ദ്രം നടുവിലായിരുന്നു, അതുകൊണ്ടാണ് അത് വെള്ളത്തിൽ വീണുപോയത്. എന്നാൽ ആണി കയറ്റിയതിനു ശേഷം അത് വെള്ളത്തിൽ വെച്ചപ്പോൾ അതിന്റെ ഗുരുത്വകേന്ദ്രം താഴ്വശത്ത് വരികയും അത് അനങ്ങാതെ നിൽക്കുകയും അത് സ്ഥിരമായി വീഴാതെ നിൽക്കുകയും ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു നോക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മെഴുകുതിരി ഒന്ന് കത്തിക്കാം. ഇപ്പോൾ ഇതാ ഈ മെഴുകുതിരി കത്തിയിരിക്കുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ പരീക്ഷണം വിജയകരമായി തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടല്ലേ. ഈ പരീക്ഷണത്തിന് പിറകിൽ ഇനിയും ശാസ്ത്ര തത്വങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് എന്റെ കൂട്ടുകാർ തീർച്ചയായും കണ്ടെത്തണം. എന്തായാലും എല്ലാവരുടെ ആ ഡൗട്ട് മാറി കിട്ടിയില്ലേ? ഈ മെഴുകുതിരി വെള്ളത്തിൽ വെച്ച് കത്തു എന്ന്. തീർച്ചയായും മെഴുകുതിരി വെള്ളത്തിൽ വെച്ചും കത്തും. സയൻസ് ക്ലബിന്റെ GHSS കുറ്റിക്കാട്ടൂർ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സ്പെക്ട്രം എന്ന ഈ കുഞ്ഞു വീഡിയോയ്ക്ക് ആശംസകൾ അർപ്പിച്ച എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും അതുപോലെ തന്നെ ഈ പരിപാടിക്ക് നേതൃത്വം നൽകിയ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട HMനും ഈ പരിപാടിക്ക് വേണ്ടി ഞങ്ങളെ സഹായിച്ച എല്ലാ അധ്യാപകർക്കും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഈ അവസരത്തിൽ ഞാൻ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. നന്ദി. ഇത്തരത്തിലുള്ള പറഞ്ഞു